Hi everyone, it's me Rahul. Welcome to my Internet my YouTube channel. So, നമ്മൾ ലാസ്റ്റ് ഡേ ലൈക്ക് വോൾട്ടൈൽ മാർക്കറ്റ് ആയിരുന്നു. ബട്ട് മാർക്കറ്റ് ആക്ച്വലി നമുക്കൊരു ഡയറക്ഷൻ കൂടെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് 2 days ആയിട്ട് ഗ്രൂപ്പിൽ ഞാൻ അവൈലബിൾ അല്ലായിരുന്നു ബിക്കോസ് ഓഫ് ഞാനൊരു ട്രേഡിംഗ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബിസി ആയിരുന്നു. സോ അത് കഴിയുമ്പം എൻ്റെ രാത്രി 1 മണിയാവുമായിരുന്നു. ഓക്കെ, US സോ നിങ്ങളുടെ ഒരു ഡെയിൽ 1:30 ഒക്കെ ആവും. പിന്നെ ഞാൻ 1 മണിയാകുന്നതുകൊണ്ട് ഞാൻ പിന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നത്. സോ നാളെ മുതൽ ഞാൻ ഫുള്ളി ആക്റ്റീവായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ എങ്ങനെയായിരുന്നോ പോയി അതുപോലെ തന്നെ പോകാം. ആൻഡ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ നിഫ്റ്റി ഞാൻ ആദ്യം ഇന്നത്തെ ആ ഒരു നിഫ്റ്റിയുടെ എങ്ങനെയായിരുന്നു നിഫ്റ്റി മൂവ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ട് നാളത്തെ വ്യൂവിലോട്ട് ഞാൻ പോവാം. സോ ഇന്ന് നമുക്കറിയാം നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തത്. സോ ഞാൻ ഇന്നലെയും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൂഡ് ഈസ് കമ്മിങ് ഡൗൺ അല്ലേ, ക്രൂഡ് താഴോട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് മീൻസ് മാർക്കറ്റിൽ ഫിയർ കുറയുന്നുണ്ട്, അതായത് ഓയിലിൻ്റെ ആ ഫിയർ കുറയുന്നുണ്ട്. അതാണ് ക്രൂഡ് താഴോട്ട് വരുന്നത്. സോ ക്രൂഡ് താഴോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഒരു സെൻറ്റിമെൻ്റൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് അതൊരു പുഷ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ വിക്സ്, ഇന്ത്യയുടെ വോൾട്ടാലിറ്റി ഇൻഡെക്സായ ഇന്ത്യ വിക്സ് ഡബിൾ ടോപ്പ് ആൻഡ് ഇറ്റ്സ് ക്രാഷിംഗ് ടുഡേ. സോ അതും സൂചിപ്പിക്കുന്നത് മാർക്കറ്റിലെ ഫിയർ കുറയുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. സോ ഇത് രണ്ടും നമുക്ക് ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നിഫ്റ്റി മേ ഗോ അപ്പ് അല്ലേ, ഇതായിരുന്നു നമ്മുടെ ഇൻഫർമേഷൻ. ആൻഡ് ഇന്ന് നമ്മുടെ ക്യാൻഡിൽ ഓപ്പൺ ആയത് ഇതൊരു ഗ്യാപ്പ് അപ്പ് ക്യാൻഡിലായിരുന്നു. രാവിലെ ഓപ്പൺ ആയത് എവിടെയായിരുന്നു? 24,287 ഈ ലെവലിൽ ഓപ്പൺ ആയിട്ട് ഇത് താഴെ വന്നു. ഓക്കെ, താഴോട്ട് വന്നിട്ട് സംഭവിച്ചത്? ഈ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു. ഇന്നലത്തെ ആ ഗ്യാപ്പ് ക്ലിയർലി നിങ്ങൾക്ക് നോക്കി കാണാം, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ആൻഡ് ഹിയർ എ ക്യാൻഡിൽ പാറ്റേൺ ഹിയർ, സ്റ്റുഡൻസിന് മനസ്സിലാവും. ആൻഡ് ക്യാൻഡിൽ പാറ്റേൺ ഹിയർ ആൻഡ് ഗോ അപ്പ് അല്ലേ, എന്നിട്ടത് മുകളിൽ പോയി. സോ വീണ്ടും അവിടെ ഒരു ക്യാൻഡിൽ പാറ്റേൺ താഴോട്ട് വന്നു. ആൻഡ് ലാസ്റ്റ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, ലാസ്റ്റ് ലോ ഇതാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ലോ ആൻഡ് ദിസ് വാസ് ദ റീസെൻറ്റ് ഹൈ ആൻഡ് റീസെൻറ്റ് ലോ. സോ ലാസ്റ്റ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടുന്ന് വീണ്ടും നേരെ പുഷ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഹൈ ഏതാണ്? ഈ ഹൈ, അതായത് നമ്മുടെ ഹയർ ഹൈ. ഓക്കെ, ഈ ഹൈസിനകം ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ലോ ഇതാണ്. ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ആൻഡ് ഇതൊരു ഹൈ ആണ്. ഇത് ഗ്യാപ്പ് അപ്പ് ഒഴിവാക്കാം നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ഹൈയിൽ പോയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ മൈൽഡ് ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. സോ നമുക്ക് മേജറായിട്ടുള്ള താഴത്തെ ട്രെൻഡ് ലൈൻ വരച്ചാൽ മതി. സോ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഷോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം നമ്മുടെ നിഫ്റ്റിയെക്കാട്ടി കുറച്ച് മുകളിലാണ് ആൻഡ് പോസിറ്റീവിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഒന്നും ആൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആൻഡ് അതൊരു സൈഡ് വേസ് റേഞ്ചിലാണ് ഉള്ളത്. ബട്ട് മാർക്കറ്റ് സംതിങ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും പോസിറ്റീവ് ക്യൂസ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു പോസിറ്റീവ് ഡേ ആണ് മാർക്കറ്റിൽ. ഇപ്പം നമുക്ക് ജസ്റ്റ് നിഫ്റ്റി മാത്രം നോക്കി നിഫ്റ്റിയിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ ഈ ക്യാൻഡിൽ സ്റ്റാർട്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നിഫ്റ്റി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ നിഫ്റ്റി ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യം പഠിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ ലോസ് യുവർ മണി. ഓക്കെ, സോ നാളെ 24,300 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ 24,300 മാർക്കറ്റ് വരികയാണെങ്കിൽ വി എക്സ്പെക്റ്റ് എ ഗ്യാപ്പ് ഫില്ലിംഗ് 24,414. ഓക്കെ, 24,414 എന്ന ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും അതിൻ്റെ ഫൈനൽ ടാർഗറ്റ് 24,500. ഓക്കെ, 24,500 ആണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, ഈ 2 ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ഡേയിലോട്ട് നമ്മൾ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡേയിൽ മാർക്കറ്റ് ഞാൻ ലാസ്റ്റ് വീക്കിൽ എന്താണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് യെസ്റ്റർഡേ ഈസ് എ ബുള്ളിഷ് ഹാമർ പാറ്റേൺ. ഓക്കെ, സോ ബുള്ളിഷ് ഹാമർ ആണ്.
ബട്ട് ഇത് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിനെ ഹാങ്ങിങ് മാൻ എന്ന് പറയാൻ പറ്റും. ബട്ട് ഇത് ഒരു ലോ ലെവലിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു ബൈയിങ് പ്രഷർ മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ആൻഡ് വീക്കിലി നോക്കുകയാണെങ്കിൽ വീക്കിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് താഴെയാണ് ഓപ്പൺ ചെയ്തത്, കുറച്ച് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. വീക്കിലി നമ്മളിപ്പോഴും നെഗറ്റീവാണ്. ബട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിം ആയ നമ്മുടെ ട്രേഡിംഗ് ടൈം ഫ്രെയിമിൽ ഇറ്റ്സ് ഓക്കെ. ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുമുണ്ട്. സോ നമുക്ക് പറയാം അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,200 ഈ റേഞ്ചിലായിരിക്കും വരിക. ഈ ലോ ബ്രേക്ക് 24,100, ഓക്കെ 150 എന്ന് പറയാം. ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബിലോ ദിസ് ലോ നമ്മൾ എന്തായിരിക്കും, ബിയറിഷ് ആയിരിക്കും. ഈ ബിലോ ദിസ് ലോ നമുക്ക് ഈ ലോയുടെ താഴെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഈ ലോയുടെ താഴെ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ബിയറിഷ് ആയിരിക്കും. എബോവ് ദിസ് ഹൈ മാർക്കറ്റ് ഒരു 15 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, 15 to 30 മിനിറ്റ്സ് നാളും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് മാർക്കറ്റിൽ അതർ ഫാക്ടർ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ നാളെ അപ്ഡേറ്റ് ചെയ്തേക്കാം. എപ്പോഴും ചെയ്യുന്ന പോലെ ഈ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. എല്ലാ ഫാക്ടറും ഓക്കെ ആണെങ്കിൽ നമ്മൾ നാളെ ബുള്ളിഷ് ട്രേഡ് ഒരു ബൈ എൻട്രി എടുക്കും. 24,414 ആൻഡ് 24,500. ആൻഡ് BTST ഇപ്പോൾ നിങ്ങൾ ആരും ഹോൾഡ് ചെയ്യാതിരിക്കുക. സെൻറ്റിമെൻ്റൽ ട്രേഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ന്യൂസിൻ്റെ പുറത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. സോ BTST എടുത്താൽ നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതായത് ബൈ ടുഡേ ആൻഡ് സെൽ ടുമാറോ, BTST. ഓക്കെ, സോ ആ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. സോ നാളെ നമ്മുടെ വ്യൂ എന്താണ്, 24,100 താഴെ നമ്മൾ ബിയറിഷ്, 24,300 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ്. ഇതാണ് നാളത്തെ വ്യൂ. ഓക്കെ, ആൻഡ് ഓട്ടോ സെക്ടർ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കോൾ ഇന്ത്യ തിരിച്ച് മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. കോൾ ഇന്ത്യ ഓക്കെ, കോൾ ഇന്ത്യ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് പുഷ് ചെയ്തിട്ടുണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ. സോ നാളെ ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ ഫർദർ മൂവ് കോൾ ഇന്ത്യയിലുണ്ടാവും. ആൻഡ് ഹീറോ മോട്ടോകോം ഇന്ന് എൻ്റെ ലൈവ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ മോട്ടോയും ആ ഒരു സൈഡ് വേസ് റേഞ്ചാണ്, ഇതിന് മുകളിൽ വരട്ടെ. സോ സിങ്ക് ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരുപാട് സിങ്ക് ട്രേഡ് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ സിങ്ക് ട്രേഡ് കുറവിടുന്നത്. നമുക്ക് നല്ലൊരു മാർക്കറ്റ് ന്യൂസ്, മാർക്കറ്റ് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പഴയ പോലെ സ്വിംഗ് ട്രേഡൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്ത് തുടങ്ങാം ഫ്രീ ആയിട്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചാർജും ഇല്ല, ഫുള്ളി ഫ്രീ ആണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ആൻഡ് വേറൊരു കാര്യം, നിങ്ങൾ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് 1 കമൻറ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ദ വീഡിയോ ക്യാൻ റീച്ച് ഔട്ട്. ഓക്കെ, പുറത്ത് ആൾക്കാരോട് കുറച്ചുകൂടി എത്തും. ഓക്കെ, ആരും നിങ്ങൾ കുറച്ച് പേരെ കാണുന്നുള്ളൂ. അറ്റ്സ് യുവർ വിഷ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ വാച്ച് ദ വീഡിയോ. ഓക്കെ, സോ നാളെ നമ്മുടെ ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 24,300 മുകളിലും 24,100 താഴെയും. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.